നമുക്കൊന്നും കൂടി ഈ വാള് മേക്ക് ഓവർ ചെയ്താലോ? ഉണ്ടല്ലോ ഒത്തിരി സാധനങ്ങൾ പെട്ടിയപ്പാടെ കളഞ്ഞിട്ടിട്ടുണ്ട്. ആരോ കളഞ്ഞാണ് ഗൈസ്, എവിടെന്താ അത് ഞാൻ പറഞ്ഞുതരാം. അപ്പോൾ ഉണ്ടല്ലോ നമ്മളിന്ന് നമ്മുടെ വീടിൻ്റെ ഈ ഒരു പോർഷൻ നമ്മളിന്ന് മേക്ക് ഓവർ ചെയ്യാൻ പോവാണ്. ഇത് നമ്മൾ ഓൾറെഡി നേരത്തെ ചെയ്താണ്, പക്ഷേ എങ്കിൽ നമ്മൾ വീണ്ടും മേക്ക് ഓവർ ചെയ്യാൻ വേണ്ടി പോവാണ്. ഐറ്റംസ് എടുക്കാൻ താഴെ പോവാം. അപ്പോൾ പോകുന്നതിന് മുമ്പുണ്ടല്ലോ ഞാൻ ഈ സാധനമൊക്കെ ഇളക്കി പറിച്ച് കളഞ്ഞിട്ട് അത് നമ്മൾ നേരത്തെ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടായതാണ്. ഞാൻ ടി വിയുടെ സ്റ്റാൻഡൊക്കെ എടുത്ത് മാറ്റി ഒരു ഏണി എടുത്തിട്ട് ഇവിടെ കൊണ്ടുവച്ചിട്ടോ. നമ്മൾ ഒട്ടിക്കാൻ പോകുന്ന സാധനം വെക്കണമെങ്കിൽ ഇതിൻ്റെ മുക്കത്ത് നമ്മൾ വലിഞ്ഞ് കയറേണ്ടി വരും. അങ്ങനെ കിട്ടിയ സാധനങ്ങൾ ഇതൊക്കെയാണ് ഗൈസ്. ഒത്തിരി പേപ്പേഴ്സ് കിട്ടിയിട്ടുണ്ടായി. ഇതിൻ്റെ കൂടുതൽ വേറെ കുറേ സാധനങ്ങൾ കിട്ടിയിട്ടുണ്ടായിട്ടോ. അങ്ങനെ കുറേ നേരത്തെ പരിശ്രമത്തിലൂടെ ഞാൻ ഒരെണ്ണം സെലക്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഈ ഒരു പശ എവിടെ നിന്നാണ് വാങ്ങിക്കാൻ കിട്ടുന്നതെന്ന് ഒന്നോട് ഒത്തിരി പേര് ചോദിച്ചിട്ടോ. ഇത് നമ്മൾ മലാസ് സ്റ്റേഡിയം ഉണ്ടല്ലോ, അതിന് ഓപ്പോസിറ്റ് ഒരു കടയിൽ നിന്നാണ് വാങ്ങിച്ചിട്ടുണ്ടായത്. 10 റിയാൽ എന്തോ ഉള്ളൂ. അതിനകത്ത് വെള്ളം കലക്കിയിട്ടുണ്ടെങ്കിൽ ഇതുപോലെ പശയായിട്ട് കിട്ടും. എന്റെ മുകളിൽ വലിഞ്ഞ് കയറി ഇത് ഒട്ടിക്കുക എന്നുള്ളത് ഇച്ചിരി ടാസ്ക് ഉള്ള പണിയായിരുന്നു. കയറി വാൾപേപ്പറൊക്കെ മുറിച്ച് ഞാൻ ഒരു കണക്കിന് ഒട്ടിച്ചിട്ടോ. പിന്നെ ഉണ്ടല്ലോ ഇതിന്റെ താഴെ മുകളിലൊക്കെ പശ തേച്ചിട്ടാണ് ഞാൻ ഒട്ടിച്ചത്. നല്ല കട്ടിയുള്ള വാൾപേപ്പറാണ് കേട്ടോ. ഇച്ചിരി സമയം എടുത്തിട്ട് ഞാനത് ഒട്ടിച്ച് തീർക്കാൻ. പിന്നെ ഒട്ടിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് ഭയങ്കര സന്തോഷമായിട്ടോ. പിന്നെ ഉണ്ടല്ലോ ഈ വാൾപേപ്പേഴ്സ് ഒക്കെ ഏതോ ഒരു അറബിന്റെ കട ഒഴിവാക്കിയപ്പോൾ അവർ ഡംപ് ചെയ്താണ്ട് കൊണ്ടുപോയിട്ട്, അറബിക്ക് ഇതൊക്കെ നിസ്സാരം, നമ്മുടെ കൈ കിട്ടിയ നമ്മളിത് ചുമ്മാ കളയോ. അപ്പോൾ എങ്ങനെയുണ്ട് ഫയലൊക്കെ ഇഷ്ടപ്പെട്ടില്ലെന്ന് കമന്റ് ചെയ്തിട്ട് പോകണം കൂട്ടരെ. ഇഷ്ടപ്പെട്ട ലൈക്ക് അടിച്ചിട്ട് പോകണം കേട്ടോ. അപ്പോൾ നാളെ പണിയായിട്ട് വരാം. ടാറ്റാ.